ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലർ. പൂരം കൊടിയേറിയതോടെ ദേവീ സാന്നിധ്യം അറിയിച്ചുകൊണ്ട് ചിനക്കത്തൂരിന്റെ തട്ടകങ്ങളിൽ കാൽച്ചിലമ്പിന്റെയും അരമണിയുടെയും നാദം കേട്ടുതുടങ്ങി. പൂരം കൊടിയേറിയതോടെ ചിനക്കത്തൂരിന്റെ തട്ടകങ്ങളിൽ കാൽച്ചിലമ്പിന്റെയും അരമണിക്കിലുക്കത്തിന്റെയും നാദം കേട്ടുതുടങ്ങി. കൊടിയേറ്റം കഴിഞ്ഞാൽ ദേവീ സാന്നിധ്യം അറിയിച്ചുകൊണ്ട് തട്ടകങ്ങളിലെ വീടുകളിലെത്തുന്ന ഭൂതഗണമാണ് പൂതൻ. തലയിൽ പൂതന്റെ തിടമ്പ്, അതിന്റെ താഴെ മാർത്താലി, അരത്താലി, കൈവള, തോൾപ്പൂവ്, മുള്ളുവള, കാൽക്കെട്ടി, ചിലമ്പ് തുടങ്ങിയ ആടയാഭരണങ്ങൾ അണിഞ്ഞുകൊണ്ട് തട്ടക നിവാസികളെ കാണാനെത്തുന്ന പൂതൻ വള്ളുവനാടൻ പൂരക്കാലത്തെ തന്മയത്വം നിറഞ്ഞ കാഴ്ചയാണ്. മണ്ണാൻ സമുദായക്കാരാണ് പൂതൻ കെട്ടിയാടുക. 7 ദേശങ്ങളിലും പൂതൻ നിറഞ്ഞാടും. ചിനക്കത്തൂർ പൂരത്തിന് മീറ്റ്ന മുല്ലക്കൽ തറവാട്ടിലെ പൂതൻ കളിക്കാർക്ക് പ്രത്യേക സ്ഥാനമുണ്ട്. കൊടിയേറ്റം കഴിഞ്ഞാൽ മുല്ലക്കൽ ഭഗവതിയെ വണങ്ങിക്കൊണ്ട് ആദ്യം എത്തുക സ്ഥാനങ്ങളുള്ള തറവാടുകളിലേക്കാണ്. ആദ്യം ദേശത്തെ 2 മനകളിലും പല്ലാർമംഗലം നായർ തറവാട്ടിലും തണ്ടാൻ തറവാട്ടിലും പിന്നീട് അണിയത്ത് തറവാട്ടിലും കെട്ടിയാടിയതിനു ശേഷമാണ് ദേശത്തെ മറ്റു വീടുകളിലേക്ക് പൂതൻ എത്തിത്തുടങ്ങുക. 7 ദിവസം കൊണ്ട് ദേശത്തെ എല്ലാ വീടുകളിലും എത്തി വഴിപാട് സ്വീകരിക്കും. പിന്നീട് പൂരം ദിവസം കാലത്ത് 5 മണിയോടെ മുല്ലക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും പൂതൻ പുറപ്പെട്ടാൽ 8 മണിയോടുകൂടി ചിനക്കത്തൂർ കാവിലെത്തും. പിന്നീട് സ്ഥാനങ്ങളുള്ള തറവാടുകളിൽ കളിക്കും. ഉച്ചയോടെ കാരണപ്പാടത്തെ തറവാട്ടുകാർക്കൊപ്പം കാവിലെത്തുന്ന പൂതൻ കളിക്കൊപ്പം മുല്ലക്കൽ തറവാട്ടിലെ ഒരു പെൺകുട്ടി ക്ഷേത്രമുറ്റത്ത് നിൽക്കുന്ന കുതിരയെ തൊട്ട് കുളത്തിലേക്ക് അരി എറിയുന്നതോടെ മീറ്റ്ന പൂതൻ കളിക്കാരുടെ ഒരു വർഷത്തെ പൂര ആഘോഷങ്ങൾക്ക് വിരാമം കുറിക്കും. ഇതിന് പണ്ട് മാറ്റുടിപ്പിക്കൽ എന്നും കാവ് അശുദ്ധിയാക്കൽ എന്നും കാവ് തീണ്ടുക എന്നുമൊക്കെ പറഞ്ഞിരുന്നു. വർഷങ്ങളുടെ ചരിത്രമാണ് മുല്ലക്കൽ തറവാടിന് ചിനക്കത്തൂർ പൂരവുമായി ഉള്ളത്. പാരമ്പര്യവും ആചാരങ്ങളും തെറ്റിക്കാതെ ഇന്നും ഇത് തുടരുന്നുണ്ട് എന്നും ഭാവിയിലും മക്കൾ തുടരുമെന്നും പൂരം ദിവസം കാവ് അശുദ്ധിയാക്കുന്നതോടെ മറ്റു വേഷങ്ങളെല്ലാം കാവ് കയറി തുടങ്ങുമെന്നും മുല്ലക്കൽ തറവാട്ടിലെ കാരണവർ ചന്ദ്രൻ പറയുന്നു. അതൊക്കെ ദേശങ്ങളിലെ എല്ലാ വീടുകളും കളി കഴിഞ്ഞ് വൈകുന്നേരത്തെ ഇവിടെ എത്തുന്നു. ഇനി നാളെയും മറ്റന്നാളും കഴിഞ്ഞാൽ ഞങ്ങൾ കഴിഞ്ഞു. പിന്നെ കാവിലേക്ക് രാവിലെ ഇവിടുന്ന് 5:30 മണിക്ക് പുറപ്പെട്ട് കാവ് കയറി വന്നാൽ പിന്നെ ദേശങ്ങൾ തെറയും പൊതിനും കൂടി ദേശം കളിക്കലുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ 2 മണിയാകുമ്പോൾ ഞങ്ങൾ ഇവിടെ സ്ഥാനമുള്ളൊരു വീടുണ്ട്, കാര്യപ്പാടത്തുണ്ട്. അവരുടെ വീട്ടിൽ ഉച്ചയ്ക്ക് 12:30-1 മണിയോടുള്ള അവരുടെ വീട്ടിലെത്തി അവിടുന്ന് 1 മണിക്ക് ഞങ്ങൾ കാവിലെത്തണം. കാവിലെത്തി അവിടെ പടിഞ്ഞാറ് പന്തിയിൽ ഒരു കുതിര നിൽക്കുന്നുണ്ട്. അതിനെ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു പെൺകുട്ടി പോയി തൊട്ടാലാണ് കാവ് അശുദ്ധാവുക. അപ്പോഴാണ് മറ്റുള്ള വേഷങ്ങളൊക്കെ കാവിലേക്ക് വരാൻ പാടും. അങ്ങനെയൊക്കെയാണ് പഴയ ആചാരങ്ങൾ. അത് ഞങ്ങൾ ഇപ്പോഴും തുടർന്ന് കൊണ്ടുപോകുന്നുണ്ട്. അതിനിപ്പോൾ ഇതാണിപ്പോൾ കാരണവർ എൻ്റെ മൂത്തത് ഇപ്പോൾ ഇയാളാണ് സ്ഥാനം വരുന്നത്. അയാളെ കഴിഞ്ഞിട്ടേ ഞാനുള്ളൂ. എൻ്റെ താഴെ അവിടെ ഒരാളും കൂടി ഉണ്ട്. അപ്പോൾ അവരൊക്കെ താഴെയുള്ളവരാണ് മറ്റുള്ള അനിയന്മാർ. 300 വർഷത്തോളം പഴക്കമുണ്ടെന്നാണ് ഇവരുടെ വിശ്വാസം. പുറത്തുനിന്ന് മറ്റ് ക്ഷേത്രങ്ങളിലേക്ക് വിളിക്കുന്നുണ്ടെന്നും ആചാരങ്ങൾ അതുപോലെ കൊണ്ടുപോകാനാണ് താല്പര്യമെന്നും ചന്ദ്രൻ പറഞ്ഞു. അതിൻ്റെ മുമ്പേ ഉള്ള ആളാണ് ഇപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കിയിറക്കുന്നത്. ഇതിന് അമ്പലങ്ങൾ കെട്ടിയതിനെ ഇപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോൾ 300 വർഷത്തിലും കൂടുതലുണ്ട് ഈ അമ്പലത്തിൻ്റെ ചരിത്രം. അന്ന് മുതലുണ്ടല്ലോ അത്. അന്ന് മുതൽ ഇതാണ് 3ാമത്തെ ആൾ. ഞങ്ങൾ 3 ഇപ്പോൾ ഈ തറവാട്ടിലെ കാരണന്മാർ. ഞങ്ങളുടെ താഴെയാണ് മറ്റുള്ളവരൊക്കെ. അപ്പോൾ ഞങ്ങൾക്ക് അതിൻ്റെ യഥാർത്ഥ കണക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ആചാരങ്ങൾ ഒരു അണുവിടെ തെറ്റാതെ ഞങ്ങൾ കൊണ്ട് നടത്തുന്നുണ്ട് എല്ലാവരും കൂടിയിട്ട്. കാരണം മുമ്പ് എല്ലാ അമ്പലത്തിൽ ഞങ്ങളിത് നടത്തുന്നവരൊക്കെ ക്ഷയിച്ച് പോയിട്ട് അതൊക്കെ ഓരോ ടീമുകളെ 2 ലക്ഷത്തിനും 3 ലക്ഷത്തിനും വിളിച്ചിട്ടൊക്കെ കളിപ്പിക്കുന്നത്. ഞങ്ങൾ പലവരും വന്ന് ഞങ്ങളെ ക്ഷണിക്കുന്നുണ്ട് വിളിക്കാനൊക്കെ. ഞങ്ങൾ അത് ആചാരം വിടാതെ സമ്മതിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് കാവിലും അതെ സമ്മതിക്കില്ല. അവിടെ പുറത്തുനിന്ന് ആൾ വന്ന് കളിക്കാൻ പറ്റും. ഈ കാവിൽ മാത്രമേ ഇല്ലാത്തുള്ളൂ. മറ്റുള്ള എല്ലാ അമ്പലങ്ങളിലും 20-30 തെറ വന്ന് കളിക്കുക. ഇത് ഭഗവതിയുടെ തിടമ്പാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഞങ്ങളുടെ ഭഗവതിയുടെ തിടമ്പാണിത്. അത് ആചാരം തെറ്റിച്ചിട്ടാണ് അവർ ചെയ്യണത്. അത് നമുക്കിപ്പോൾ തടുക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ഞങ്ങളിത് ഇവിടുന്നാണ് പുറപ്പെടുള്ളൂ. അമ്പലത്തിൻ്റെ ഉള്ളിൽ നിന്നാണ് തൊഴുത് അവിടെ കുമ്പിട്ട് കാർന്നമാരെ കുമ്പിട്ടിട്ട് ഞങ്ങൾ പോകും.